അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോക്സിൽ നിന്നും അതിനോട് യോജിച്ചത് എടുത്തെഴുതാനാണ് പറയുന്നത്. ചോദ്യം 1, സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ആദ്യം നമുക്ക് ആ ബോക്സിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഖാറൂന് സ്നേഹിക്കണം, തിന്മകളാണ്, നന്മകളാണ്, ശരീരത്തെ തളർത്തും, എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവരും വെറുക്കും. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് എന്താണ്? സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് അതേതാണ്? നന്മകളാണ്. അപ്പോൾ അവിടെ നന്മകളാണ് എന്ന് എടുത്തെഴുതുക. രണ്ടാമത്തത് നരകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നരകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് തിന്മകളാണ്. അപ്പോൾ തിന്മകളാണ് എന്നുള്ളത് എടുത്തെഴുതുക. ഇനി മൂന്നാമത്തത് സഹജീവികളെ നാം. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? സഹജീവികളെ നാം സ്നേഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സ്നേഹിക്കണം എന്നുള്ളത് എടുത്തെഴുതുക. നാലാമത്തത് മൂസാ നബിയുടെ ജനതയിലെ അതിസമ്പന്നരായിരുന്നു. ആരായിരുന്നു? ഖാറൂൻ. അപ്പോൾ അവിടെ ഖാറൂൻ എന്ന് എഴുതുക. അഞ്ചാമത്തത് കിബ്ർ ഉള്ളവരെ എല്ലാവരും വെറുക്കും, അല്ലേ? അപ്പോൾ അവിടെ എല്ലാവരും വെറുക്കും എന്നുള്ളത് എഴുതുക. ആറാമത്തത് വിനയമുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെ എല്ലാവരും ഇഷ്ടപ്പെടും എന്നുള്ളത് എടുത്തെഴുതുക. ഇനി അടുത്തത് ഏഴാമത്തതാണ് മനസ്സിലുള്ള ദുഷിച്ച ചിന്ത. അടുത്തത് ഏതാണ്? ശരീരത്തെ തളർത്തും. അപ്പോൾ അതവിടെ എടുത്തെഴുതുക. അപ്പോൾ മനസ്സിലുള്ള ദുഷിച്ച ചിന്ത മനസ്സിനെ മാത്രമല്ല, എന്തിനേയും? ശരീരത്തെയും തളർത്തും. ഇനി രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കിയിട്ട് ഉത്തരം എഴുതുക. ഒന്നാമത്തത് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഏതാണ്? ബുദ്ധിയാണ്, അല്ലേ? അപ്പോൾ അവിടെ ബുദ്ധിയാണ് എന്ന് എഴുതുക. രണ്ടാമത്തത് ലഹരി മനുഷ്യനെ എന്തായിരിക്കും? മനുഷ്യനല്ലാതാക്കുന്നു. അപ്പോൾ അവിടെ മനുഷ്യനല്ലാതാക്കുന്നു എന്ന് എഴുതുക. മൂന്നാമത്തത് മദ്യപാനിയുടെ ഇഹലോകത്തെ ശർഈയായ ശിക്ഷ. അതേതാണ്? 40 അടിയാണ്. അപ്പോൾ അവിടെ 40 അടിയാണ് എന്ന് എടുത്തെഴുതുക. നാലാമത്തത് ലഹരിക്ക് അടിമപ്പെടുന്നവർ ദുനിയാവും ആഖിറവും ബാക്കി എന്തുവരും? നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവിടെ നഷ്ടപ്പെട്ടവരാണ് എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം സത്യവിശ്വാസികൾ തമ്മിലുള്ള പ്രധാന കടമകൾ. ഏതെങ്കിലും 2 എഴുതുക. ഇവിടെ എഴുതിയത് സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുക, ദുഷ്കർമ്മങ്ങളെ തടയുക. ഇത് രണ്ടുമാണ്. ഇനി അടുത്തത് ബാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും 2 അവിടെ എഴുതിയാൽ മതി. രണ്ടാമത്തത് വിനാശകരമായ 7 വൻപാപങ്ങൾ. കുറേ അഥവാ സബഉൽ മൂബിഖാത്ത് എന്ന പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഏത്? കൊല, സിഹർ അഥവാ മാരണം ചെയ്യൽ, വ്യഭിചാരാരോപണം നടത്തൽ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതുക. ഇനി മൂന്നാമത്തത് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഏതൊക്കെ? വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക, ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക, പൊങ്ങച്ചം പറയുക. അപ്പം ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും 2 മാത്രം എടുത്തെഴുതുക. നാലാമത്തത് കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് കുടുംബബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ? 1, ഭക്ഷണത്തിൽ വിശാലത, ദീർഘായുസ്, സ്നേഹം വർദ്ധിക്കൽ, ധനം വർദ്ധിക്കൽ. ഇതൊക്കെ കുടുംബബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ്, അല്ലേ? അപ്പം ഏതെങ്കിലും നേട്ടങ്ങളാണ്. ഏതെങ്കിലും 2 നേട്ടങ്ങൾ മാത്രം അവിടെ എടുത്തെഴുതുക. ഇനി അടുത്ത ഭാഗം നോക്കാം. നാലാമത്തതാണ് ഉത്തരം എഴുതാം.
അപ്പൊ താഴെ 4 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, കുടുംബക്കാരെ സന്ദർശിക്കാൻ സാധിക്കാത്തവർ ബന്ധം സ്ഥാപിക്കണം എങ്ങനെയെല്ലാം? അപ്പൊ എങ്ങനെയെല്ലാമാണ് ബന്ധം സന്ദർശിക്കാൻ സാധിക്കാത്തവർ ബന്ധം പുലർത്തേണ്ടത്? എന്തൊക്കെയാണ്? കത്തയച്ചും വിവരം പറഞ്ഞയച്ചും ഫോൺ വഴിയും. ഈ രൂപത്തിലൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? അവര് ബന്ധം പുലർത്തേണ്ടത്. ഒന്നുകൂടെ നോക്കാം. കത്തയച്ചും വിവരം പറഞ്ഞയച്ചും ഫോൺ വഴിയും. ഇനി രണ്ടാമത്തത്, ധൂർത്ത് എന്നാൽ എന്ത്? അപ്പൊ ധൂർത്ത് എന്നാൽ എന്താണ്? അനാവശ്യമായി ധനം ചിലവഴിക്കൽ. ഇതിനാണ് എന്ത് പറയാ? ധൂർത്ത് എന്ന് പറയുക. മൂന്നാമത്തത്, അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ഒരു അസൂയ ഉള്ള ആൾ എങ്ങനെയാണ് ചിന്തിക്കുക? നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. ഈ രൂപത്തിലായിരിക്കും അസൂയാലു ചിന്തിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. ഇനി നാലാമത്തെ നോക്കാം. നരകത്തിലെ തീക്കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത്? ഇത് ആരോടാണ് നബി തങ്ങൾ പറഞ്ഞത്? ആരോടാണ്? സ്വർണമോതിരം അണിഞ്ഞു വന്ന ആളോട്. അപ്പോൾ ഒരു ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് സ്വർണമോതിരം അണിഞ്ഞു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് എന്ത്? നരകത്തിലെ തീക്കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത്? അത് പറഞ്ഞ പാടെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു സ്വർണമോതിരം ഊരി വലിച്ചെറിഞ്ഞു. അപ്പൊ അത് കണ്ട സഹാബി ചോദിച്ചു, അല്ലെ, മറ്റൊരു സഹാബി ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ, ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയല്ലോ, നിനക്ക് അത് എടുത്ത് വിറ്റിട്ട് നിനക്ക് എന്താക്കി കൂടെ? അതിന്റെ പണം എടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എന്താക്കൂല, പിന്നെ അത് എടുക്കുകയും ഇല്ല എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കി. അല്ലെ, അത് ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചതാ. ഇനി അടുത്തത് 5ാമത്തെ ഭാഗം നോക്കാം. വ്യക്തമാക്കാം. ഹസദ്. ഒന്നാമത്തത്, ഹസദ് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കി എഴുതുക. എന്താണ്? തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കുക. അപ്പൊ തൻ്റെ സഹോദരന് അള്ളാഹു താല നൽകിയ അനുഗ്രഹം നീങ്ങാൻ ആഗ്രഹിക്കലാണ് എന്ത്? ഹസദ്. രണ്ടാമത്തത്, തീനത്തുൽ ഖബാൽ. തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നരകവാസിയുടെ ശരീരത്തിൽ നിന്നും വെന്തൊഴുകുന്ന ദുർജലം. അതിനാണ് എന്ത് പറയാ? തീനത്തുൽ ഖബാൽ എന്ന് പറയാ. ഈ കള്ള് കുടിക്കുന്ന, നിത്യമായിട്ട് കള്ള് കുടിക്കുന്നവരെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നരകവാസിയുടെ ശരീരത്തിൽ നിന്നും വെന്തൊഴുകുന്ന ദുർജലമാണ്. അതായിരിക്കും ഈ ദുനിയാവിൽ നിന്നും കള്ള് കുടിക്കുന്നവർ അവിടെ കുടിക്കേണ്ടി വരിക. ഇനി 3ാമത്തത്, ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവം. ഏതാണ്? പിശുക്ക്. പിശുക്കും ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.